ഞാനിത് എവിടെയാ? എന്നെ നശിപ്പിച്ചിട്ട് അഭിനയിക്കുന്നു ദുഷ്ട. നീ എന്താ ഈ പറയുന്നേ? ഇല്ല ഇല്ല, നീ വെറുതെ കള്ളം പറയാ. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്റെ ജീവിതം നശിച്ചല്ല ദൈവമേ. വേദേ, ഇല്ലാത്തത് പറയരുത്. ആ ജ്യൂസ് അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ നീ പറയുന്ന പോലെ ഞാൻ പോവാ. പോയാ ഞാനൊരു കത്തെഴുതി വെച്ചിട്ട് കേട്ടു തൂങ്ങിച്ചാവും. ഇത് ബ്ലാക്ക് മെയിലിംഗാ. ചെയ്യാത്ത തെറ്റിനാ നീ എന്നെ ക്രൂശിക്കാൻ നോക്കുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ലല്ലേ? കല്യാണം വിളിക്കാനെന്ന വ്യാജേന ഇവിടെ കയറി വന്നിട്ട് എന്നെ കയറി പിടിച്ചത് മറന്നുപോയല്ലേ? കേറി പിടിച്ചെന്നോ? കള്ളം, പച്ച കള്ളം. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും ഈശ്വര? എന്റെ ജീവിതം പോയി. എനിക്കിനി ജീവിക്കണ്ട. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാ? ഈശ്വര. അയ്യോ, എന്താ എന്താ മോളെ? അച്ഛാ, എനിക്കിനി ജീവിക്കണ്ട അച്ഛാ. ഈ ദുഷ്ടനെന്നെ നശിപ്പിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലേ? ഗണേശ, അടിച്ച് വീഴ്ത്തണവനെ. ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഷാളെടുത്ത് കെട്ടടാ. ഇടരുത് ഇവനെ. അച്ഛാ, പോലീസിനെ വിളിക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസിനെ വിളിക്കാം. അച്ഛാ, പോലീസിനെ വിളിക്കാം. ഞാനും ചെയ്തില്ല. നിനക്ക് എന്റെ പെങ്ങളെ കിട്ടി ഒരാളെ നശിപ്പിക്കാൻ ഞാൻ പെങ്ങളെ നീ ചെയ്തില്ല. അവള് വെറുതെ പറയല്ലടാ. ഇവള് വെറുതെ നുണ പറയുന്നതാ. ഞാൻ എന്നെ കല്യാണം വിളിക്കാൻ വന്നതാ. ഹലോ, ആരാ? ഞാൻ ഗിരിയുടെ സിസ്റ്ററാ, ഗൗരി. ഓ, പെട്ടെന്ന് മനസ്സിലായില്ല. കേറിയിരിക്കുമോളെ. ഇരിക്കാനൊന്നും നേരമില്ല. ഞാനല്പം തിരക്കില്ല. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്താ? ആ, സ്വാതി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അതെന്താ അവൾ അങ്ങനെ ചെയ്യാതിരുന്നത്? ഇവിടെയാണല്ലോ അത് ആദ്യം വന്ന് പറയേണ്ടിയിരുന്നത്. എന്താ കാര്യം? കേൾക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അല്ല, തോന്നിയാലിനി പ്രശ്നമൊന്നുമില്ല. നടക്കാനുള്ളത് ഏതായാലും നടന്നു കഴിഞ്ഞു. ഗിരിയില്ലേ, എന്റെ ആങ്ങള, അവനിപ്പോ സ്റ്റേഷനിലാ, പോലീസ് സ്റ്റേഷനില്. വേറെന്തെങ്കിലും ഒരു കേസിലായിരുന്നെങ്കിൽ ഞാൻ ഈ വിവരം ഇവിടെ ഒന്നും പറയില്ലായിരുന്നു. ഇതിപ്പോ ഒരു സഹോദരിക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ പറയാതിരുന്ന നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ഒരിക്കൽ മറ്റൊരാൾ പറഞ്ഞ് ഈ വിവരം അറിയേണ്ടി വന്നാ നിങ്ങൾ തകർന്നു പോവും. എന്താണെങ്കിലും പറയൂ. കേസ് പെണ്ണ് കേസാ. അവൻ നമ്മുടെ വേദയെ, അവളെ അവൻ ഉപദ്രവിച്ചു. വീട്ടില് ആരുമില്ലാത്ത നേരത്തെ ചെന്നു. എന്നിട്ട് നാട്ടുകാർ പിടിച്ചെന്നോ പോലീസിനെ ഏൽപ്പിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കും? സഹിക്കരുത്. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇടപെടരുത്.
അവന്റെ അതേ ചോരയാ എന്റെ ദേഹത്തോടെ ഓടുന്നത്. എന്നിട്ടും ഞാൻ തന്നെയല്ലേ ആ വിവരം എന്ന് പറഞ്ഞത്. അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ചതിക്കപ്പെടാൻ പാടില്ല എന്ന നിർബന്ധമുള്ളതുകൊണ്ടാ. അവന് വേദ ഇഷ്ടമായിരുന്നെങ്കിൽ അവളങ്ങ് കെട്ടായിരുന്നില്ലേ? എന്തിനാ നിങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചത്? അതെങ്ങനെയാ? എല്ലാത്തിന്റെ ആണി ആ സ്വാതിയാ. അവൾ ആ കുടുംബം നശിപ്പിച്ചിട്ടേ പോവും. എന്ത് ചെയ്യാനാ? വല്യമ്മയ്ക്കും വല്യച്ഛനൊന്നും അവളുടെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ പിടികിട്ടിട്ടില്ല. കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. പെണ്ണ് കേസിൽ അകത്തു പോയ ഒരാളെയാണല്ലോ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ടി വരുന്നത്. എന്നാര് പറഞ്ഞു? ഇങ്ങനെയുള്ള ഒരുത്തനെ എന്റെ മോക്ക് വേണ്ട. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. നന്നായിട്ട് രണ്ടുപേരും ഒന്ന് ആലോചിക്ക്. ആലോചിക്കാനൊന്നുമില്ല. ഈ ബന്ധം ഇവിടെ വെച്ച് എന്നെ അവസാനിപ്പിക്കുന്നു. ഇന്നലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ പറയുമ്പോ വിവരം വന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറയണ്ട. ആ സ്വാതി എന്നെ ഉപദ്രവിക്കും. കുട്ടി പേടിക്കണ്ട. സ്വന്തം ആങ്ങളെ തെറ്റ് ചെയ്തപ്പോ അത് തെറ്റാണെന്ന് തോന്നാനും ഇവിടെ വന്ന് പറയാനും കുട്ടിക്ക് തോന്നിയല്ലോ. അതാ സംസ്കാരം. ഒരു അധ്യാപകനെന്ന നിലയിൽ ഇത്തരം സ്വഭാവമുള്ളവരെയാ ഞാൻ ബഹുമാനിക്കുന്നത്. ശരി. എന്നോടിത് ചെയ്യണ്ടായിരുന്നു മഹേശ്വര. ഞാനും എന്റെ മോളും നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്തിനാ ഈ ചതി നിങ്ങൾ എന്നോട് ചെയ്തത്? മാഷ് ഇരിക്ക്. മാഷ് അറിഞ്ഞതും കേട്ടതും ഒന്നും സത്യമല്ല. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ അല്ലേ? എന്റെ മോളെ കെട്ടുന്ന ചെറുക്കൻ ഇപ്പൊ എന്തു ചെയ്യുന്നു ചോദിക്കുന്നവരോട് ഞാൻ എന്തു മറുപടിയാ പറയണ്ടേ? പെണ്ണു കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനാണെന്നോ? അതൊന്നും സത്യമല്ല. ഗിരിയെ ചതിച്ചതാ. എനിക്ക് ഒരു ന്യായീകരണവും കേൾക്കണ്ട. അന്ന് വേദ എന്ന പെൺകുട്ടി വന്ന് എന്റെ മോളോട് പറഞ്ഞതാ ഗിരി അവളുടെ ചെറുക്കനാണെന്ന്. അന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അത് ശരിയല്ലാന്ന്. മണ്ടനായ ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. അതിന് കിട്ടിയ ശിക്ഷയായത്. ഞാനും എന്റെ മോളും ഇത് അനുഭവിക്കണം. നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറക്കും. അതെ മാഷെ, ഗിരി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവര് കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. ഗിരി പുറത്തു വരും. നിശ്ചയിച്ച തീയതിയില് നിശ്ചയിച്ച മുഹൂർത്തത്തില് ഗിരിയും സുജയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്യും. വിവാഹം നടക്കുകയോ? എന്റെ മോളുമായിട്ടോ? അതിന് ചിന്തിക്കണ്ട. ഇങ്ങനെ ഒരുത്തനുമായിട്ട് എനിക്കും എന്റെ മോൾക്കും ഇനി ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഇത് നേരത്തെ സമ്മതിച്ചാ പോരായിരുന്നോ? വെറുതെ ബലം പിടിച്ചു നിന്നിട്ട് ഇപ്പൊ എന്ത് നേടി? ജയിച്ചു എന്നായിരിക്കും മനസ്സില്, അല്ലേ? അതെ. എന്താ അങ്ങനെ വിചാരിക്കാൻ പാടില്ലേ? ഇല്ല വേദേ, നീ ഇപ്പൊ നേടിയത് ജയമല്ല. അത് നിനക്ക് വൈകാതെ മനസ്സിലാവും. എനിക്ക് ആ വീട്ടിൽ വരണോന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നേടി. പിന്നെ അവിടെയുള്ള എന്റെ ജീവിതം അതെനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ഒരു നല്ല കുടുംബജീവിതം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് വരുന്നത്. മറിച്ച് ഇതുവരെ അനുഭവിച്ചതിനെല്ലാം പ്രതികാരം ചെയ്യാനാ, അല്ലെങ്കിൽ കണക്ക് തീർക്കാൻ. പ്രതികാരം ചെയ്യാൻ വരുന്ന നീ ആയിരിക്കും നശിക്കാൻ പോകുന്നത്. നശിച്ചോട്ടെ, എനിക്കതിൽ പരാതിയില്ല. എന്ന് നീ ഇപ്പൊ പറയും. പിന്നീട് നിനക്ക് മറിച്ച് തോന്നും. അപ്പൊ പക്ഷെ സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റിലൂടെയാ നീ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ തെറ്റ് മറ്റാരു പുറത്താലും ദൈവം പൊറുക്കില്ല. ഓ, ദൈവം പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ. കടന്ന് പോടി അവിടുന്ന്. എന്റെ ആഗ്രഹം ഞാൻ നേടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നിനെയും പേടിക്കുന്നില്ല. നീ ഈ പറഞ്ഞ ദൈവത്തെ അടക്കം ഒന്നിനെയും. ഇപ്പൊ നീ നിന്ദിച്ചില്ലേ? അതേ നാവ് കൊണ്ട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുന്നൊരു ദിവസം വരും. ബാക്കി ഞാൻ അന്നു പറയാം. എന്തിനാ അവള് വന്നത്?
തോറ്റതിന്റെ നാണക്കേട് തീർക്കണമല്ലോ, അതിനുവേണ്ടി വന്നതാ. വേറെ ഒരു വഴിയും ഗിരിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അല്ലേ മോളെ? അതെ, ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ ഞാൻ. ഗിരി എന്നെ തിരഞ്ഞെടുത്തു. ജീവിതം വച്ചാ അവൻ ഇതിന് പ്രതികാരം ചെയ്യുന്നെങ്കിലോ? അമ്മ ഒരുമാതിരി സ്വാതി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. പ്രതികാരം ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല. ഞാനേ ആകാശത്തോളം സ്വപ്നം കണ്ടവളാ. കിട്ടിയതൊരു കുന്നാ. ഇനി ആ കുന്നിടിച്ച് നിരത്തണം. കെട്ടിയുയർത്താനല്ല, തകർക്കാനാ ഞാൻ പോകുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടും എന്ന ചിന്തകളൊന്നും എനിക്കില്ല. നിന്നെ അവർ ഉപദ്രവിച്ചോ മോനെ? ഇല്ല വല്യമ്മേ. കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. വേറെ അപകടമൊന്നുമില്ലാതെ അവൻ തിരിച്ചു വന്നല്ലോ. അങ്ങനെ സമാധാനിക്ക്. നീ കുറച്ചൊരു റെസ്റ്റ് ചെയ്യ്. നന്ദി പറയേണ്ടതേ വേദയോടാ. അവൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായതുകൊണ്ടാ ഇപ്പൊ ഇറങ്ങാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. ഇതിലും ഭേദം അതായിരുന്നടി. എന്തിനാ ഗൗരി അവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പോകുന്ന? അവന്റെ അവസ്ഥ നീ മനസ്സിലാക്കണ്ടേ? എന്തവസ്ഥ? ഇതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണോ? ഓരോന്നും കാണിച്ചു വെച്ചിട്ട് മറ്റുള്ളവരോട് മെക്കിട്ട് കയറിയാ മതിയല്ലോ. പതുക്കെ, അല്ലെങ്കിൽ തന്നെ തീ പിടിച്ച് നിൽക്കവൻ. വെറുതെ അവന്റെ വായിരിക്കുന്ന കേക്കണ്ട. എനിക്കാരും പേടിയൊന്നുമില്ല. എന്തായാലും വേദ അവനും തമ്മിലുള്ള കല്യാണം നടക്കുമല്ലോ, അത് മതി. നീലിന്റെ കൈയും പിടിച്ച് വേദ ഈ വീട്ടിലേക്ക് കയറി വരണമെന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും നടന്നില്ല. അതിനു പകരം ഇത്. ആ എന്തായാലും അവൾ ഈ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരാൻ പോകുന്നത്. അവളും കൂടെ വന്നിട്ട് വേണം ഇവിടെ ചിലരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ. എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ അങ്ങനെ തോന്നിയോ? തോന്നിയെങ്കിലേ നന്നായി പോയി. എന്തും നശിപ്പിക്കണമെന്ന് നീയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. സ്വന്തം അനിയന്റെ ജീവിതോ അത് നന്നായി കാണണമെന്നില്ല നിനക്ക്. കഷ്ടം. അതെ, നന്നായിക്കോളും. വേദ അങ്ങ് നന്നാക്കിക്കോളും. ഏതായാലും നീ കണ്ടുപിടിച്ച പെൺകുട്ടി തലേന്നങ്ങ് പോയല്ലോ, അത്രയും സമാധാനം. കല്യാണം ചെറിയ തോതിൽ മതിയെന്ന് ഗിരി പറഞ്ഞല്ലേ? ഉവ്വ്. അപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞു? അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലേ? ആദ്യം സ്വന്തം മോളെ സ്നേഹിക്കും, എന്നിട്ട് മതി ഭാവി മരുമകനെ സ്നേഹിക്കുന്നത്. ഈ വീട്ടിലെ ഏക മകളാ ഞാൻ. നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്ന വിധത്തിൽ വേണം എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ. അന്നാ അമേരിക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കല്യാണം വന്നപ്പോ പലതും തീരുമാനിച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്രാവശ്യവും വേണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. സർവാഭരണ വിഭൂഷിതയായിട്ട് വേണം എനിക്ക് ആ വീട്ടിൽ ചെന്ന് കയറാൻ. അറിയാലോ അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ലാന്ന്. അപ്പോ പണം എറിഞ്ഞു വേണം എനിക്കവിടെ ലാൻഡ് ചെയ്യാൻ. നീലിന്റെ ഭാര്യയായ സ്വാതി അവിടെ വന്ന് കയറിയത് വളരെ തുച്ഛമായ ആഭരണങ്ങൾ അണിഞ്ഞിട്ടാ. ഞാൻ 100-300 പവനും കൊണ്ട് കയറി ചെല്ലുമ്പോ അതിൻ്റെതായൊരു വെയിറ്റ് കിട്ടും. നിനക്ക് എത്ര വേണമെങ്കിലും തരാം. നീ പറയുന്നത് മുഴുവനും ചെയ്യാം. പക്ഷെ ഗിരി, അവന് നിന്നോട് ദേഷ്യമോ മോളെ? അങ്ങനെ ഒരാളുമായിട്ട് ജീവിതം തുടങ്ങുമ്പോ അതെന്തായി തീരുമെന്നും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. 1 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടാ നീല് സ്വാതിയെ കല്യാണം കഴിച്ചത്. ഒട്ടും ചേർച്ചയില്ലാത്ത 2 പേരും. എന്തൊക്കെയായിരുന്നു അവര് തമ്മില്? എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? സ്വാതിയെ പോലെയാണോ നീ? അവളോട് എല്ലാവർക്കും പെട്ടെന്ന് അടുപ്പം തോന്നും. അത് അച്ഛൻ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ. അടുപ്പൊക്കെ ഞാൻ വിചാരിച്ചാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് വിട്ടേക്ക്.
കല്യാണം ഗംഭീരമായിട്ട് നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാദ്യം. എന്റെ മട്ടും പകിട്ടും കണ്ട് ആ സ്വാതിയുടെ കണ്ണ് മഞ്ഞളിക്കണം. സ്വാതി വീണ എല്ലാരും വീഴും. നിന്റെ ഈ മനസ്സാ ഇനി മാറ്റേണ്ടത്. ഇതുവരെ ചെയ്തതൊക്കെ നമുക്ക് മറക്കാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജീവിതം സമാധാനമുള്ളതാവണ്ടേ? അത് നീ വിചാരിച്ചാലേ നടക്കൂ. നീ പറഞ്ഞല്ലോ സ്വാതിയും നീലും തമ്മിലുള്ള വഴക്ക് തീർന്നു. എങ്ങനെയാ തീർന്നത്? സ്വാതിയുടെ മിടുക്കുകൊണ്ടാ. അവൾ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാം സഹിച്ചു. അങ്ങനെ വേണം നീയും. അങ്ങനെ വേണം നീയും. അതമ്മ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാ മതി. അമ്മേ, ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അവിടെയുള്ളവരുടെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് സ്വാതിയാവാനല്ല, വേദയായി തന്നെ ജീവിക്കാനാ പോകുന്നത്. അപ്പൊ നമ്മുടെ തലവേദന തീരില്ലെന്ന് ചുരുക്കം. ആ പേടി വേണ്ട. അച്ഛൻ കണ്ടോ ഈ മകൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോകുന്നെന്ന്? എന്റെ കഴിവിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ അഭിമാനം തോന്നുന്ന ഒരു ദിവസം വരും. അതാണ് വേദയുടെ സ്വപ്നം. അപ്പോ അത് ഉറപ്പിച്ചു അല്ലേ? അതെ, ചതിച്ചതാ. രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലാതെ വന്നു. അങ്ങനെയേ വരൂ. പ്രശ്നത്തിൽ എന്ന് കണ്ടത് നടക്കണമല്ലോ. സാരമില്ല, ധൈര്യത്തോടെ നിൽക്കുക. ദേവി കാത്തോളും. എനിക്ക് എന്ത് സംഭവിച്ചാലും വിഷമമില്ല. പക്ഷേ ഏട്ടന്റെ വീട്ടുകാര്, ആ വീട്ടിലിപ്പോ സന്തോഷവും സമാധാനവും ഉണ്ട്. അത് പോവും. ഈ വിവാഹം നടന്ന ആ വേദ അത് കളയും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാന്നല്ലാതെ. അത് മനസ്സിൽ നിന്ന് കളയൂ. വരുന്ന വിപത്തിനെ വരുന്നിടത്ത് വെച്ച് തടയുക. പിന്നെ മറ്റൊരു വിശേഷമുണ്ട്. എന്താ? ഞാനൊരു യാത്ര പുറപ്പെടുക. എങ്ങോട്ട്? കാശിയിൽ വരെ പോണം. മുത്തശ്ശൻ പോയാ? മുത്തശ്ശൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. വേണമെന്ന് വെച്ചിട്ടല്ല, ചില നിമിത്തങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. പുറപ്പെട്ടു പോയ എന്റെ മകനില്ലേ, നിന്റെ അച്ഛൻ, അയാൾ ആ ദിക്കിൽ എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ. പ്രശ്നം വെച്ച് നോക്കിയപ്പോ ആ തോന്നലിന് കൂടുതൽ ബലം കിട്ടി. എന്നാൽ പോയി അന്വേഷിക്കണമെന്ന് മനസ്സ് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാ അതൊരു തീരുമാനത്തിലെത്തിയത്. എന്റെ അച്ഛനെ കണ്ടാ കൂട്ടിക്കൊണ്ട് വരില്ലേ? അതിനാ പോകുന്നത്. കാണുമോ എന്നൊന്നും അറിയില്ല. കണ്ടാലും കൂടെ വരുമോ എന്നും അറിയില്ല. നിഷേധിയായിരുന്നു. ഞാനൊരു ശത്രുവിനെ പോലെയായിരുന്നു. വേദയുണ്ടോ? അകത്തുണ്ട്. ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. നിന്നെ ഞാൻ കല്യാണം വിളിച്ചിരുന്നില്ലല്ലോ. എന്നാലും അറിഞ്ഞപ്പോ വരണമെന്ന് തോന്നി. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഗിരിയെ സ്വന്തമാക്കുന്ന ആളല്ലേ, നേരിട്ട് കണ്ട് അഭിനന്ദിക്കണമെന്ന് തോന്നി. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാനും പറ്റണം. നിനക്കത് കഴിഞ്ഞില്ല, എനിക്കത് കഴിഞ്ഞു. അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നീലിന്റെ കാര്യത്തിൽ വേദയ്ക്കും അത് കഴിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേടി ഞാൻ ഗിരിയെ തന്നെ വേണമെന്ന് വാശി പിടിച്ചത്. എന്റെ ലക്ഷ്യം ഗിരിയല്ല, നീല. അവിടെ സ്വാതിയുണ്ട്. അതുകൊണ്ടെന്താ, എന്നെ അവള് വിഴുങ്ങോ? വിഴുങ്ങില്ലായിരിക്കും, പക്ഷെ ഓടിക്കും. വട്ടം പിടിച്ച് ഒറ്റ ഒടിക്കൽ ഒടിക്കും. പോടി, എനിക്കാ പേടിയില്ല. ആ, എങ്കിൽ നല്ലത്. ഏതായാലും വന്നതല്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, വേഗം തിരിച്ചെത്തണമെന്നാ സ്വാതി പറഞ്ഞത്. സ്വാതിയോ? അതെ, സത്യം പറഞ്ഞ സ്വാതി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. വേദയ്ക്കിതാ ഈ ഗിഫ്റ്റ് തരാൻ അവളെ എന്നെ ഏൽപ്പിച്ചത്. അവളുടെ ഒരു കാര്യം.
സോപ്പിങ്ങാ. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോവാണല്ലോ. സ്വന്തം സ്ഥാനം തെറിക്കരുതല്ലോ. എന്നാ പിന്നെ നേരിട്ടങ്ങ് കൊണ്ട് തന്നാ പോരെ. ഓ, അവിടെ അവള് വേണമല്ലോ അല്ലേ? തന്നേക്ക്. നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. എന്താടി ഇതിനകത്ത്? അറിയില്ല, എന്തോ വിലപിടിപ്പുള്ള സാധനം. അത് പിന്നെ അങ്ങനെ ആയിരിക്കും. എനിക്കല്ലേ തരുന്നത്. എന്റെ ഡിഗ്നിറ്റി നോക്കണ്ടേ? അതെ അതെ. നമുക്കിത് തുറന്നാലോ? തുറന്നോ. ജസ്റ്റ് ഓപ്പൺ ആൻഡ് സ്മെൽ. എന്തോ പെർഫ്യൂമാ. മണത്ത് നോക്കാനാ പറയുന്നത്. അനുസരിച്ചേക്കാം. അയ്യോ, അയ്യോ, എന്തു പറ്റി? അയ്യോ, എന്തു പറ്റി വേദ? എന്താ എന്താ വേദ? എന്തു പറ്റി? എന്നെ കൊല്ലാൻ വേണ്ടി അവള് ഗിഫ്റ്റ് തന്നയച്ചതാ. ആര്? സ്വാതി. കൊല്ലും ഞാൻ അവളെ. നോക്കിയിരിക്കാതെ പോയി പാമ്പ് എടുത്തോണ്ട് വാ. മൂക്കിനെന്തേലും കുഴപ്പം? അവളോട് പറഞ്ഞേക്ക്. നേരിട്ട് കാണുന്നുണ്ട് അവളെ. പറയാം. അയ്യോ, അയ്യോ, വേദ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലല്ലേ? നല്ല അഭിനയോ നിന്റെ. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറിയാ മതിയല്ലോ. കണ്ടോ, നിന്റെ ഈ ചാപ്പകുത്തലിന് മറുപടി ഞാൻ തന്നിരിക്കും. ദേവപ്രിയയുടെ കയ്യിലൊരു സമ്മാനം കൊടുത്തു വിട്ടപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് ഇതിനായിരിക്കുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പെട്ടി തുറക്കില്ലായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം അതാ നടക്കാൻ പോകുന്നത്. അത് തകർക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതാ ഇത്. കുറിച്ചു വെച്ചോ, ഇതിന് പകരം ഞാൻ വീട്ടിയിരിക്കും. നിന്നോട് ഒന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാനല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാ മതി. പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഭീഷണി അതിപ്പം നടന്നില്ലെങ്കിലും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഉപദേശം ഞാൻ നിനക്ക് തരാം, ഫ്രീ ആയിട്ട്. ഞാൻ തന്ന ഡ്രസ് ഇട്ടില്ലല്ലേ? അത് ഞാൻ വീട്ടിൽ ഭിക്ഷ ചോദിച്ചു ഒരാൾക്ക് കൊടുത്തു. അതിനത്രയും ഞാൻ വില കൽപ്പിച്ചിട്ടുള്ളൂ. എന്നെ അപ്പൊ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുമായിരിക്കുമല്ലോ. നിന്നെ ആര് വാങ്ങാനാ? പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആക്രി കച്ചവടക്കാർ പോലും നിന്നെ കണ്ട പേടിച്ചോടും. ഇതിനൊക്കെയുള്ള മറുപടി താലി കഴുത്തി കയറിയതിനു ശേഷം പറയാം. ഞാനും ഒരുങ്ങി തന്നെ അടിക്കും. ഇന്നെന്റെ കല്യാണ ദിവസമല്ല, ചരമ ദിവസമാ. ഞാൻ മരിക്കുന്ന ദിവസം. ഞാൻ പക്ഷെ ജനിക്കുന്നത് ഇന്നാ. നീല ഉപേക്ഷിച്ചപ്പോ ഞാൻ മരിച്ചിരുന്നു. ഇന്ന് പുനർജനിക്കുക വീണ്ടും. എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ്? നിന്റെ വീട്ടുകാരുടെ സ്റ്റാൻഡേർഡിന് ചേരും. ഓ, നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരാണല്ലോ. നിങ്ങളുടെ അത്രയും തറകളല്ല.
വേദ, സ്വാതി ഏട്ടത്തിയാണ്, അമ്മയുടെ സ്ഥാനമാണ്. അനുഗ്രഹം വാങ്ങിക്കണം. പറ്റില്ല. ഗിരിക്ക് അവള് പലതുമായിരിക്കും. എനിക്കിവളെന്റെ ജീവിതം നശിപ്പിച്ച ശത്രുവാ. നല്ല സാരി. ഇതിന് എത്ര രൂപയായി? കാശൊക്കെ ആര് നോക്കുന്നു? ഇഷ്ടപ്പെട്ടാ എടുക്കും. ആഭരണങ്ങളൊക്കെ വേദയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. എത്ര പവനാന്ന് ചോദിക്കുന്നില്ല. ഞങ്ങള് ചെറുക്കന്റെ വീട്ടുകാർ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. നിനക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിലും കൂടുതലുണ്ടിത്. എന്റെ വീട്ടില് പവൻ കണക്കല്ല, കിലോ കണക്കാ. നല്ലത്. ഇതൊക്കെ ആയിട്ടും നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിയല്ലോ. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. ഇനി എവിടെയൊക്കെ വീഴാനിരിക്കുന്നു? ഇനി വരാൻ പോകുന്ന വീഴ്ചയുടെ റിഹേഴ്സലാ ഇപ്പൊ ഇവിടെ നടന്നത്. എല്ലാം മറക്കാൻ ഇനിയും വേദയ്ക്ക് കഴിയില്ലല്ലേ? ഇല്ല, മറക്കാനല്ലടി ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിയത്, ഓർക്കാനാ. പലതും പലരെ ഓർമ്മിപ്പിക്കാൻ. അത് ശരിയാണോ വേദ? കഴിഞ്ഞതൊക്കെ മറക്കാനല്ലേ സാധാരണ ഇതുപോലുള്ള ചടങ്ങ് നടത്താറ്? നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയോടെങ്കിലും നിനക്ക് കൂറ് കാണിക്കണ്ടേ? അയ്യോ, ഇതിന് ഞാൻ അങ്ങനെ വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. ആ വീട്ടിൽ കേറാനുള്ളൊരു പാസ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഗിരിയെ പോലൊരാളെ ഞാൻ കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നെ പോലൊരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള യോഗ്യതയുണ്ടോ നിന്റെ ഗിരിക്ക്? അഹങ്കാരോ നീ പറയുന്നേ? ലോകത്തൊരു ഭാര്യയും കല്യാണ വേദിയിൽ നിന്ന് ഇതുവരെ പറയാത്ത വാചകങ്ങൾ. അത് ശരിയല്ലെന്ന് നിനക്ക് ബോധ്യാകാൻ ഞാനൊരു ചെറിയ മരുന്ന് തരാം. ഒരിക്കലും അബദ്ധം കാണിക്കാതിരിക്കാനുള്ള കഷായം.